വീട്ടിൽ നിന്ന് മാറുന്നൊരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ എപ്പോഴാണ് ടോപ്പിക്ക് തീർന്നത്? ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ചോദിച്ചാൽ കറക്റ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഏത് സമയം എന്ന് പറയുമ്പോഴേ ഇന്നലെ രാത്രി കൂടെ വീഡിയോ കോൾ ചെയ്തിട്ടേ ഉള്ളൂ ഇവന്മാർ. ഒരു എൻ്റെ കസ്റ്റഡി ഡാറ്റാബേസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഹോസ്റ്റൽ എടുത്തായതുകൊണ്ട് തന്നെ കിട്ടിയ എന്തെങ്കിലും ഒരു ഗുണം പറയാൻ പറ്റുമോ? അപ്പോഴേ അവർ അജ്മല പണി ചെയ്തോ എന്തായാലും ഇക്കൊല്ലം കിട്ടൂല, വെട്ടിയും കിടക്കി എടുത്ത് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഹായ് മക്കൾസ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ 2 മിടുക്കന്മാരാണ്, അജ്മലും നജ്മലും. സാധാരണഗതിയിൽ നമ്മൾ റിപ്പീറ്റൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളെ കൊണ്ടാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കരുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിപ്പിക്കണമെന്ന്. കാരണം നമ്മൾ സാധാരണ ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കള്ളനെ വേറൊരു കള്ളൻ്റെ വേദന അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു റിപ്പീറ്ററിനെ വേറൊരു റിപ്പീറ്ററിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മൾ റിപ്പീറ്റൊക്കെ കഴിഞ്ഞ് റാങ്കൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്താ പറയുക, അതിനകത്ത് കുറേ കാര്യങ്ങൾ വരും അല്ലേ. ഏതൊരാളും പറയുന്നതാണ്, എത്ര പഠിപ്പിയാണെങ്കിലും പറയും ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ല, ഒട്ടും പഠിക്കാതെ കിട്ടിയതാണ്, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹോണസ്റ്റായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി ഇവരുടെ ഒരു ഇൻ്റർവ്യൂ സെറ്റാക്കി തരാമെന്ന്. നജ്മലേ, എത്ര മാർക്ക് ഉണ്ടാവുമല്ലോ? 690+ വിശാൽ, 690+. ശരിക്കും റിപ്പീറ്റേഴ്സിനോട് നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ, എത്ര മാർക്ക് ഉണ്ടാവും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാം. പക്ഷേ ഇവർ സാധാരണഗതിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൺ ഓഫ് ദി ടോപ്പായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക കോൺഫിഡൻസിൽ ചോദിച്ചിട്ടുള്ളത്. അജ്മലേ, സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളെ 10th ഒക്കെ കഴിഞ്ഞ കുട്ടികൾ തന്നെ പലർക്കും ഒരു ധാരണ ഉണ്ടാവില്ല, ഞാൻ എന്ത് ചെയ്യണം 10th ശേഷം, പ്ലസ് 2 ശേഷം MBBS പോകണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പോകണോ, ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും അജ്മൽ എത്രാം ക്ലാസ് മുതലാണ് ഈ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയത്? ഡോക്ടർ ആകാനുള്ള ആഗ്രഹം ശരിക്കും +2 തൊട്ടാണ് ഉണ്ടായത്. +2 തൊട്ടാണ് വന്നത്? +1 തൊട്ട് ഞാൻ നീറ്റിന് പഠിക്കണ്ടായിരുന്നു, അഗ്രികൾച്ചർ ആകാനാണ് ചേർന്നത്. ഞാൻ സാറിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഡോക്ടറിനുള്ള ഒരു ആഗ്രഹം കൂടി, ശരി ഡോക്ടർ തന്നെ ആകാൻ ഒരു അഗ്രി വിട്ടിട്ട് ശരിക്കും അജ്മലായാലും നജ്മലായാലും അജ്മൽ +1 മുതൽ തന്നെ എജുപോർട്ടിൻ്റെ നീറ്റ് പെയ്ഡ് സ്റ്റുഡൻ്റ് ആണ്. നജ്മൽ 10th മുതൽ എജുപോർട്ടിൻ്റെ പെയ്ഡ് സ്റ്റുഡൻ്റ് ആണ് അല്ലേ. 10th പിന്നെ +1 +2 നീറ്റ് ബാച്ച്. ഓക്കെ, നജ്മലിന് ഏതൊരു സമയത്താണ് തുടങ്ങിയത് ഈ ഒരു മോട്ടോ? ആ ഈ ടൈമിലാണ് ക്ലാസ് വന്നിട്ട് നീറ്റ് അങ്ങനെ നീറ്റ് പഠിച്ചാൽ ബെനിഫിറ്റ്സ്. പിന്നെ എനിക്ക് ബയോളജി അങ്ങനെ ഇഷ്ടപ്പെട്ട വിഷയം. എന്തെങ്കിലും വീട്ടിലിങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എൻ്റെ കസ്റ്റഡി ഡാറ്റാബേസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതിങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഇതായ അത് ശരിക്കും MBBSൻ്റെ ഒരു ബെനിഫിറ്റാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി മുതൽ അങ്ങോട്ടുള്ള പേഷ്യൻസ് മുഴുവൻ നമുക്ക് സത്യം പറഞ്ഞാൽ വിവരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര ബഹുമാനമായിരിക്കും. അതിപ്പോൾ മെഡിക്കൽ കോളേജിൽ നമ്മൾ നടക്കുമ്പോഴായിക്കോട്ടെ, പേഷ്യൻസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിലായിക്കോട്ടെ, ആ ഒരു സാധനം ഭയങ്കര ഒരു എന്താ പറയുക MBBSൻ്റെ ഒരു പിറക്കാണെന്ന് ഞാൻ പറയും, വേറൊരു കോഴ്സിലും കിട്ടാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അജ്മലിൻ്റെ കേസിൽ എന്താ പറയുക, എൻ്റെയൊക്കെ നിന്നാണ് മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ ഇയാൾ അജാസ് ഖാൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയുള്ളത് അല്ലേ. ശരി, പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം നോക്ക്, നിങ്ങൾ 2 പേരും +2ൻ്റെ കൂടെ തന്നെ അത്യാവശ്യം മാർക്ക് വാങ്ങിയ കുട്ടികളാണ് അല്ലേ. +2 കഴിഞ്ഞു, പിന്നെ ക്രാഷ്, ഈ 2 പേരും ക്രാഷിനുണ്ടായിരുന്നു. ഇയാൾ ഓൺലൈനായിട്ടായിരുന്നു, ഇയാൾ ഓഫ്ലൈനിലായിട്ടായിരുന്നു എജുപോർട്ടിൽ ക്രാഷ്. നിൻ്റെ മാർക്ക് എത്രയായിരുന്നു കഴിഞ്ഞ വർഷം? 625. അതായത് +1 +2 ജസ്റ്റ് ഓൺലൈൻ നമ്മുടെ നീറ്റ് ബാച്ചിലെ സ്റ്റുഡൻറ്റ്, അത് കഴിഞ്ഞ് നമ്മുടെ ഓഫ്ലൈൻ ക്രാഷിൽ പങ്കെടുത്ത ആളാണ്. 625 ആണ് അവൻ്റെ മാർക്ക്. അജ്മലിനാണെന്നുണ്ടെങ്കിൽ 586. അജ്മൽ ഓൺലൈനിലായിരുന്നു ക്രാഷിലെ. അപ്പോൾ 2 പേരും ഓൺലൈനായിരുന്നു +2, അത് കഴിഞ്ഞ് ക്രാഷ് ഇയാൾ ഓഫ്ലൈൻ, ഇയാൾ ഓൺലൈൻ. 586. എനിക്ക് തോന്നുന്നു അജ്മൽ ആ മാർക്ക് വന്ന അപ്പം തന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ പോയി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നേരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക്. 586 ആണ് എൻ്റെ മാർക്ക്. അപ്പോഴേ ഞാൻ പറഞ്ഞു അജ്മലെ ഒരു പണി ചെയ്തോ എന്തായാലും ഇക്കൊല്ലം കിട്ടൂല, വെട്ടിയും കിടക്കി എടുത്ത് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ തന്നെയല്ലേ വന്ന് ഈ ജോയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ബാച്ചിൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ സാധാരണ പല +2 ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഓഫ്ലൈനായിട്ടൊക്കെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, ഇത് +2ൻ്റെ കൂടെ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണ്, അതായത് ഒരു ഓൺലൈൻ സിസ്റ്റത്തിലാണ് നീറ്റിന് വേണ്ടിയിട്ട് +1 +2ൻ്റെ കൂടെ തന്നെ പഠിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പോസിബിൾ ആയത്? കാരണം നമ്മൾ സാധാരണ ഒരു ബേൺ ഔട്ടും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇല്ലായ്മയൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പഠിച്ചെടുക്കാൻ പറ്റിയത്? ബേൺ ഔട്ടാകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എജുപോർട്ട് ക്ലാസ്സസ് മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് വൈഫ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടായിരുന്നു. എനിക്ക് മോട്ടിവേഷൻ തരിക, ഞങ്ങളിങ്ങനെ ബേൺ ഔട്ട് ആകാണ്ട് നോക്കുക, അതായത് അജാസ് സാർ, ബിലാൽ സാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നജ്മലിൻ്റെ കേസിൽ ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ എങ്ങനെ പഠിക്കാമെന്ന് എല്ലാവരും
നീറ്റിനെ പറ്റി പറയും. ഇപ്പോൾ സാധനം ഞാൻ ബാച്ചിലൊക്കെ ചേർന്നു, പക്ഷെ എനിക്കിത് എങ്ങനെ പഠിക്കുക, അങ്ങനെ ആ സാധനം എന്ന് പറയും, ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറയും, അങ്ങനെ ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഓറിയൻറ്റേഷൻ സെഷൻസൊക്കെ വെച്ച് നമുക്കത് എങ്ങനെ ചെയ്യാമെന്നു, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിവൈസ് എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് നിങ്ങളെ ഇതൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ മെൻറ്റേഴ്സ് ത്രൂ ആണെങ്കിലും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നോക്കിപ്പോൾ എജുപോർട്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും നിങ്ങൾ +1 +2 ഒക്കെ എജുപോർട്ടിലാണ് പഠിച്ചതെങ്കിലും താരതമ്യേന ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു റിസ്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മളും ആലോചിക്കാറുണ്ട് കേട്ടോ. ചിലരൊക്കെ പറയും, നമ്മൾ പറയുമ്പോൾ നിങ്ങളൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ എങ്ങനെ വരുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, +1 +2 എജുപോർട്ടിൻ്റെ ക്ലാസ്സസിനെ കുറിച്ചും ഫാക്കൽറ്റീസിനെ കുറിച്ചും അറിയായിരുന്നു. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്, എജുപോർട്ടിൽ എന്തായാലും നല്ല ഫാക്കൽറ്റീസാണ് ഉള്ളത്, നല്ല ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് ധൈര്യത്തിലാണ് വന്നത്. ആ ഒരു ധൈര്യത്തിലാണ് ഉറപ്പിച്ചിരുന്നു റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എജുപോർട്ടിൽ തന്നെയാണ്. നെജുവിൻ്റെ കേസിൽ +1 +2 ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ആ ക്ലാസ് തന്നെ നമുക്ക് ഇനി അതിനും നല്ല ക്ലാസ് ആയിരിക്കും ഞാൻ തരാളൊക്കെ. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ എന്തായാലും നന്നാവാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ആണ് എനിക്ക് വന്നത്. പിന്നല്ല ഫാമിലിയിൽ എല്ലാവരും പറയും ബാക്കി സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് റാങ്കിൽ പങ്കെടു പോയ പോലെ. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വരുന്നതായിരിക്കും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആണ്. കാരണം ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, +1 +2 പഠിച്ചതിൻ്റെ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ നിങ്ങളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാറുണ്ടാവും അല്ലേ? കുറച്ചൊക്കെ എങ്കിലും ഇടയ്ക്കെങ്കിലും. അപ്പോൾ അവരവിടുത്തെ ഒരു അനുഭവം പറയുന്നത് വെച്ച് നിങ്ങൾക്ക് എന്താണ് എജുപോർട്ടിൽ വന്നതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്? എന്താ ഇപ്പോൾ നെജുവിൻ്റെ കേസിലാണെങ്കിൽ? ഒന്നുകൊണ്ട് എനിക്ക് എൻ്റെ പാറ്റേൺ അനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആരും പ്രഷർ ചെയ്യാനില്ല. ഇപ്പം എൻ്റെ സ്വന്തം പ്രഷർ ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഒരു പരിധിക്കപ്പുറമുള്ളൊരു പ്രഷർ, അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ്. ഞങ്ങൾ തീരുമാനിച്ചാണെന്ത് നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരിക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തൊരു അല്ലേ ഹോസ്റ്റലിൽ പ്രത്യേകമായിട്ടൊരു ഹോംലി ഫീല് ക്രിയേറ്റ് ഇഷ്ടത്തിന് തന്നെയല്ലേ. പിന്നെ നമ്മളൊരു പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടായ പോലെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് തരുന്നുണ്ട്. ചീത്ത പറച്ചിൽ ഒരു ഓവർ നിങ്ങളെ വെറുപ്പിക്കുന്നൊരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകാറില്ല. ഒരു വീട്ടിൽ നിന്ന് പേരൻസൊക്കെ തരുന്ന പോലെ തന്നെ അല്ലാണ്ട് ഇന്നൊരു പ്രഷർ വരും. അപ്പോൾ നമ്മളിപ്പോൾ നെജ്മലിനോട് ചോദിച്ച പോലെ തന്നെ എജുപോർട്ടിൽ പഠിച്ചതുകൊണ്ട് നിനക്ക് എന്താണ് എക്സ്ട്രാ കിട്ടിയതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഇവിടുത്തെ മെയിൻ ഞാൻ പറയുള്ളൂ. വളരെ ഫ്രണ്ട്ലിയാണ്, എന്ത് വേണമെങ്കിൽ ചോദിച്ചറിയാൻ പറ്റും. ഏത് സമയമാണെങ്കിലും ഏത് സമയം എന്ന് പറയുമ്പോഴേ ഇന്നലെ രാത്രി കൂടെ വീഡിയോ കോൾ ചെയ്തിട്ടേ ഉള്ളൂ ഇവന്മാർ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കിയുള്ളിടത്ത് പോലെ നമ്മളെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റാണ്. അതേ സമയത്ത് ഞങ്ങളുടെ ഒരു പോളിസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പരിധിക്കപ്പുറം എന്താവരുത്, ഒരു അതോറിറ്റി, നമ്മളൊരു അതോറിറ്റി, നിങ്ങളേതോ കുട്ടികൾ, ആ ഒരു മോഡ് ഒരിക്കലും ഉണ്ടാവരുത് അല്ലേ? നമ്മുടെ ബ്രദേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പായിരുന്നു സാറുമാരോടും. എന്ത് കാര്യമാണെങ്കിലും സാറുമാർ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഷബീർ സാറാണെങ്കിലും ഇർഷാദ് സാറാണെങ്കിലും പോയി ചോദിച്ചാൽ കറക്റ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതാ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇപ്പോഴത്തെ സാറുമാരുടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുക, പല കുട്ടികൾക്കും പല സബ്ജക്റ്റ് ആയിരിക്കും ബുദ്ധിമുട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ഏതാ? ഫിസിക്കൽ കെമിസ്ട്രി ആണോ, ഓർഗാനിക് ആണോ, ഇനോർഗാനിക് ആണോ? ഫിസിക്കൽ കെമിസ്ട്രി ഏറ്റവും ടഫായി ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഫിസിക്സ് ആയിരുന്നു. നീ എങ്ങനെയാണ് ആ ഒരു ഫിസിക്സിൽ എന്തായിരുന്നു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഒരു ഇഷ്യൂ? അതിതെങ്ങനെ തുടങ്ങാം? സാറുമാരുണ്ടാവില്ലേ ഇതങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ നമ്മൾ എടുക്കണം, ആ സാധനം നമ്മ എങ്ങനെ ആലോചിക്കാമെന്ന് നമുക്ക് സാറിതെങ്ങനെ ആലോചിച്ച് സാറിതെങ്ങനെ 1 മിനിറ്റ് ചെയ്ത് ആ ഒരു സാധനം നമുക്ക് ആദ്യം കത്തൂല. അപ്പോൾ നമുക്ക് ആദ്യം അതെനിക്കൊന്ന് അത് +2 എന്നാണോ അതോ ഇപ്പോഴാണോ അത് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ആയി കിട്ടിയത്? +2ൻ്റെ കൂടെ തന്നെ അത്യാവശ്യം ഇപ്പോഴാണത് ഇപ്പം അത്യാവശ്യം ഒറ്റ ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് സെറ്റായി പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ശരിക്കും നമ്മൾ ഈ കോച്ചിങ്ങിൻ്റെ തുടക്കത്തിലൊക്കെ മിക്കവാറും കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെൻഡിങ് പോർഷൻസ് ഉണ്ടാവും. അതായത് കുറേ പെൻഡിങ് ആവും തുടക്കം മുതലേ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നോ തുടക്കത്തിൽ പെൻഡിങ് ആവുന്ന പ്രശ്നം? എജുപോർട്ടിൽ വന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ആ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഫസ്റ്റല്ല, ഒരു 13-15 ഹാഫ് ഡേയ്സ് ആയിരുന്നു ക്ലാസ്. എനിക്കൊന്ന് 7:30 to 12:30 വരെയുള്ള ആ ഒരു സമയം. 12 മണി അതെ, 7 അല്ലെങ്കിൽ 8 to 12:30 വരെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രീ ആണ്. നമ്മളായിട്ട് കുറേ എഫേർട്ട് ഇടാനും പഠിക്കാനും പറ്റും. അതുകൊണ്ട് ആദ്യത്തെ ആ പെൻഡിങ്സ് ഒന്നും ഇല്ലാണ്ട് കവർ ചെയ്യാൻ പോയി. ആ ഒരു സമയം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ സെൽഫായിട്ട് പഠിക്കുക? അത് ഞങ്ങളൊക്കെ കാരണം നമ്മൾ ഭയങ്കര നിർബന്ധമായിരുന്നു പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. എന്താ വെച്ചാൽ 8 to 5 മണി വരെയൊക്കെ ക്ലാസ്സാണ്.
അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അല്ലേ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിക്കും, രണ്ട് എന്താ സമയം കിട്ടൂല. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിൻ്റെ കേസിലാണെങ്കിൽ തുടക്കം മുതൽ തന്നെ +1 +2 മെയിൻ പ്രശ്നമായിരുന്നു സെൻഡിങ് വരാം. പിന്നെ അത് ഏതെങ്കിലും ദിവസം നോക്കാൻ എത്തും, പിന്നെ അതങ്ങനെ പോകും. പിന്നെ ലാസ്റ്റ് അതങ്ങനെ നീറ്റ് തന്നെ ഞാൻ 2 ചാപ്റ്റർ സ്കിപ്പാക്കിയിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഈ വട്ടം എനിക്ക് അത്യാവശ്യം എല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എല്ലാ വീക്കിലി എക്സാം തമ്മിൽ അത് ഞാൻ അങ്ങനെ റിവൈസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ആ സാധനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റൽ ഭയങ്കര അടുത്താണല്ലോ. ഇപ്പോൾ പല സെൻറ്ററിലും ഇല്ലാത്തൊരു കാര്യമല്ലേ, ബസ്സിൽ കുറേ യാത്രയൊക്കെ ചെയ്യണം. ഈ ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് തന്നെ കിട്ടിയ എന്തെങ്കിലും ഒരു ഗുണം പറയാൻ പറ്റുമോ? ടയേർഡാവില്ല, 5 മിനിറ്റ് നടന്നാൽ മതി, അത് മാത്രമല്ല ടൈമും കുറച്ച് സേവ് ആയി കിട്ടും. അജ്മൽ എനിക്കൊന്ന് റിപ്പീറ്റിനാണ് ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ എജുബോട്ടിൻ്റെ ഒരു ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട്. സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ഫ്രണ്ട്ലി ആണോ? നല്ല കമ്പനിയാണ്, നമ്മളോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോയി ചോദിക്കുക, അവർ നമ്മളോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓരോ 50 കുട്ടികൾക്ക് ഒരു മെൻറ്റർ വെച്ച് ഏകദേശം ഉണ്ടല്ലേ? ഓരോ ബാച്ചിനും ഓരോ മെൻറ്റർ വെച്ചുണ്ട്. ഒരു ബാച്ചിന് ഒരു മെൻറ്റർ. ഓക്കെ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെ. എനിക്കൊന്നു നജ്മലിൻ്റെ കേസിൽ ഒട്ടും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. കാരണം ക്രാഷിന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് ആ ഒരു കാര്യം അങ്ങോട്ട് സെറ്റായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഹോസ്റ്റലിലെ എന്താ പറയുക, ഹോസ്റ്റലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ നജ്മലിന്? ഇപ്പോൾ ഹോസ്റ്റലിൽ ആ ഒരു വാർഡനായിട്ട് ഇപ്പോൾ നമ്മളെ ഒരു വീട് പോലെയാണ് ഹോസ്റ്റൽ. വീട്ടിൽ നിന്ന് മാറുന്നൊരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെക്കന്മാരാണെങ്കിലും ആ ഒരു ഗ്യാങ് പോലെ അല്ലേ, നിങ്ങൾ ആ ഒരു ടീമത്തെ അത്യാവശ്യം നല്ല ഒരു ഫ്രണ്ട്ലി. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കളിക്കാം, പിന്നെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റുണ്ടാകുമ്പോൾ ഇത് തർക്കും, അതൊരു ഗെയിം. ജലസി ഒക്കെ ഉണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെയല്ല ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും ചില ഹോസ്റ്റലുകളിലൊക്കെ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് നമുക്ക് മാർക്ക് കിട്ടുന്നത് തീരെ ഇഷ്ടമല്ല, അതിനിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുക, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ ഇല്ലല്ലോ? അവിടെ ബോയ്സ് ഹോസ്റ്റലിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും നല്ല രീതിക്ക് കൂളാണ്. ഫുഡ് എന്താ പാട്? അത്യാവശ്യം നല്ല ഫുഡ്. ഇന്ന് ഉച്ചയ്ക്കും കടായി നിന്നിട്ടല്ലേ വരുന്നത്? ഇന്നെന്തായിരുന്നു? കടായി നെയ്ച്ചോറ്. നമ്മളെ ചേച്ചി ഇപ്പോൾ വരാറുണ്ടോ? ചേച്ചിക്ക് ഇപ്പോൾ കുറച്ച് അസുഖമായിട്ടില്ല. ചേച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര അല്ലേ, ഒരു വല്യമ്മ അവിടെ ഉള്ള പോലെയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. കാരണം ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആ ഒരു എൻവയോൺമെൻറ്റ് തന്നെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനം തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അതേസമയത്ത് നമുക്ക് എന്താണ് പഠിക്കാനും പറ്റണം പ്രോപ്പറായിട്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഭയങ്കര പേടിപ്പിച്ച് അനങ്ങാൻ പറ്റൂല, ഇങ്ങനെ ആക്കാൻ പറ്റില്ല, ഇങ്ങനെ ആക്കാൻ പറ്റില്ല, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു ഫിയർ ഉണ്ടല്ലേ എൻട്രൻസ് ആകുമ്പോൾ, ആ ഒരു ഫിയർ കൂട്ടാനേ സഹായിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഇവിടെ. എടാ മക്കളെ, ഈ സാധാരണ കുട്ടികളൊക്കെ കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന പരാതിയാണ് ടോപ്പിക്ക് തീരാൻ ലേറ്റായി എന്ന്. നിങ്ങൾക്ക് ഇവിടെ എപ്പോഴാണ് ടോപ്പിക്ക് തീർന്നത്? കംപ്ലീറ്റ് നവംബർ ലാസ്റ്റ് ആകുമ്പോൾ തീർന്ന്. പിന്നെ അങ്ങോട്ട് സീരീസ് എക്സാം തുടങ്ങി. ഈ ഒരു സീരീസ് എക്സാം എന്താ പറയുക, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഈ ഒരു 2 ദിവസം കൂടുമ്പോൾ എക്സാം എഴുതുന്ന ഒരു പരിപാടി. എന്താണ് അതുവരെ പഠിച്ചതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സീരീസ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത, പഠിപ്പും കാര്യങ്ങളിലൊക്കെ ഉള്ള? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എല്ലാം അങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ക്യുമുലേറ്റീവ് എക്സാം വരുന്നത് കൊണ്ട് തന്നെ പഠിച്ചത് മറക്കാണ്ട് തന്നെ കൊണ്ടുപോകുക, ലാസ്റ്റ് ഒരു ബേർഡനായിട്ട് വരില്ല. അതായത് ഒരു പ്രോപ്പർ റിവിഷൻ പോസിബിൾ ആവുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? നോക്ക്, നമ്മളൊരു 2 ദിവസം ഗ്യാപ്പ് തരും നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങളൊരു 3-4 ചാപ്റ്റേഴ്സ് പഠിച്ചെഴുതുന്നു എക്സാം. വീണ്ടും 2 ദിവസം ഗ്യാപ്പ് തരും, അടുത്ത 4 ചാപ്റ്റേഴ്സ് പഠിച്ചെഴുതുന്നു. അതിനുശേഷം പിന്നെ ഒരു 4 ദിവസത്തോളം ഗ്യാപ്പ് വന്നിട്ടാണ് ക്യുമുലേറ്റീവ് നടക്കുന്നത് അല്ലേ? പിന്നെ അടുത്ത 2 പിന്നെ അതിൻ്റെയും കൂടെ നിങ്ങൾക്ക് ആ ഒരു പഠിക്കാനുള്ള വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ഗ്യാപ്പ് വന്നിട്ട് തന്നെ ക്യുമുലേറ്റീവ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇപ്പം തന്നെ നിങ്ങൾ ഒരു ചാപ്റ്റർ എത്ര തവണ വായിച്ചിട്ടുണ്ടാവും? ബയോളജി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നീ എത്ര തവണ വായിച്ചിട്ടുണ്ട്? പറയാൻ പറ്റില്ല, കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എല്ലാ എക്സാംസിനും മുമ്പ് 2-3 പ്രാവശ്യം വായിക്കുന്നുണ്ട്. ക്യുമുലേറ്റീവ് എക്സാം വരുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ചാപ്റ്റർ വായിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീക്ക്ലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്. ആ സമയത്ത് തന്നെ നിങ്ങൾ മേ ബി ഒരു 5 ടൈംസ് എങ്കിലും അല്ലെങ്കിൽ ഒരു 6 ടൈംസ് എങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഇൻ്റർവ്യൂവിലേ പിള്ളേർ പറയുന്നുണ്ട്, ശരിക്കും ഒരു പറഞ്ഞ കാര്യമാണ്, 11,000 ചോദ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താണ് കഴിഞ്ഞ വർഷത്തെ സീരീസ് എക്സാം. അപ്പോൾ ഈ ഒരു സീരീസ് എക്സാം അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഉണ്ടാവുന്ന ഒരു ഗുണങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താ? അതുവരെ പഠിച്ചിട്ടുണ്ട്,
പക്ഷെ ഇപ്പോൾ സീരീസ് എക്സാം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ പഠിച്ചല്ലോ. അപ്പോൾ എന്താ തോന്നുന്നത്? അപ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മൾ ഫിസിക്സൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ പഠിക്കാം. തിയറി പഠിച്ചതിനേക്കാളും ഇരട്ടി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ നിന്ന് അറിവ് കിട്ടും. ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു 50 ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ചാപ്റ്റർ വെച്ച് എക്സാം ഉണ്ടാകുമ്പോൾ 50 ക്വസ്റ്റ്യൻ ഫിസിക്സിലൊക്കെ നമ്മൾ കാണും. 50ഉം വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ ആ ചാപ്റ്ററിനെ അറിയാനും പിന്നെ അതിൽ നിന്ന് നമുക്ക് വീക്ക് പോയിൻ്റ് മനസ്സിലാക്കി പിന്നെ വീണ്ടും അത് ക്യുമുലേറ്റീവ് പഠിക്കുമ്പോൾ അത് നമുക്കത് തിരുത്താൻ പറ്റും. ഓരോ എക്സാമും കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചോദ്യങ്ങൾ പുതിയ കാണുകയാണല്ലോ. നിങ്ങൾ ഈ വർഷം വിജയ് സാറിൻ്റെ ഓഫർ എത്ര ചോദ്യമാണ്? 18,000 ക്വസ്റ്റ്യൻസിനാണ് പറയുന്നത്. ഇതല്ലാണ്ടും നമ്മൾ വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അല്ല, അത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ, ഞാൻ സാധാരണ പലപ്പോഴും ഫിസിക്സിലൊക്കെ കുട്ടികളിനോട് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഒരുപാട് കോൺസെപ്റ്റ്സ് പഠിക്കാറില്ലേ? ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വെച്ച് ചെയ്യാൻ പഠിക്കും, പ്ലസ് നമ്മൾ കുറേ കോൺസെപ്റ്റ്സും പഠിക്കും. ആ ഒരു കാര്യം നമ്മൾ ഇവിടെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിജമല്ലേ? നമ്മളിപ്പോൾ കുറേ നിൻ്റെ ഇവിടുത്തെ കുറേ പോസിറ്റീവ് അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ എജുപോർട്ടിൽ വന്നതിൽ? റിഗ്രറ്റ് ഇല്ല. പക്ഷേ ഞാൻ 10th കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ റെസിഡൻഷ്യൽ ബാച്ചൊക്കെ തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഇത് നിനക്ക് അവിടെ പോയിക്കൂടെ, നീറ്റിൽ പഠിക്കണമല്ലേ, അപ്പോൾ അവിടെ പോയാൽ കൂടുതൽ പഠിക്കാൻ പറ്റും അങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ +1 +2 ഒന്നും ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഹോസ്റ്റലിൽ നിൽക്കാനുള്ള മടി, ചടപ്പ്. അപ്പോൾ കൂടുതൽ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി, അത്രയൊക്കെ മതി, ഇപ്പോൾ 10th കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു +2 കഴിയാറാകുമ്പോൾ JEE ഫസ്റ്റ് ചോയ്സിൻ്റെ റിസൾട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലൈവിൻ്റെ ഇടയിലും പിന്നെ ഇൻ്റർവ്യൂ ആയിട്ട് ഇങ്ങനെ ഇവിടെ കിട്ടിയ പിള്ളേരെ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ കാണുമ്പോൾ അന്ന് ഏറ്റവും എജുപോർട്ടിൽ വന്നതിലല്ല റിഗ്രറ്റ്, വരാതിരുന്നതിലല്ലേ? അന്ന് തന്നെ ജോയിൻ ചെയ്താൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ടീമിൻ്റെ, സൽമാൻ്റെയും ടീമിൻ്റെയൊക്കെ റിസൾട്ട് കണ്ട സമയത്ത്. റൈറ്റ്. അത് എന്താ പറയുക, പിന്നെ എന്താ പറയുക, നമ്മളെ വിധികളാണ് ഓരോന്ന്. നമ്മുടെ ടൈം ഓരോരുത്തർക്കും ഓരോ സമയമല്ലേ. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം ചോദിക്കാതെ ഒരു റിപ്പീറ്ററിനോടുള്ള ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ല. നിങ്ങൾക്ക് അഥവാ ഇക്കൊല്ലം കിട്ടിയില്ലെങ്കിലോ എന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയാം, ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന സെൻറ്ററിലെ ടോപ്പർ ഞാനാണ്. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് എപ്പോൾ വേണമെങ്കിലും അഥവാ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എന്താ പറയുക, സ്ഥിരമായിട്ട് കുട്ടികളുടെ അടുത്ത് കൂടുതൽ കിട്ടുന്ന ഒരു ഇതും അതാണ്, സാറേ ടെൻഷനാണ്, പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനിരിക്കാൻ പറ്റുന്നില്ല. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ചെറുതായൊക്കെ അങ്ങനെ വരാറുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് കിട്ടിയില്ലെങ്കിലും ഉണ്ടാവുകയില്ല, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് പ്രഷറില്ല, എനിക്ക് പറ്റണ പോലെ നീ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അല്ല, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇവർ കേരളത്തിലെ അടുത്ത വർഷത്തെ എൻ്റെ ഗ്യാരണ്ടിയാണ്, ഇവരുടെ ഗ്യാരണ്ടി ആയിട്ടൊന്നും എടുക്കേണ്ട. അടുത്ത വർഷം കേരളത്തിലെ ടോപ്പ് റാങ്കിൽ എജുപോർട്ടിൻ്റെ ഫ്ലെക്സിൽ ഇവരെന്തായാലും നിങ്ങൾ കണ്ടിരിക്കും, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയട്ടെ, നമുക്ക് എന്നാലൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് അതിനെ മറികടക്കാൻ എങ്ങനെ ശ്രമിക്കൽ? എല്ലാ റിപ്പീറ്റേഴ്സിനും ഉള്ളതാണിത്. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക, ബാക്കിയുള്ളത് ആ സമയം വെച്ച് നമ്മൾ നോക്കാം. അത് ഞാൻ കരുതുന്നത് ഇതാട്ടോ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ചത്ത് പഠിക്കും, ലാസ്റ്റ് മൊമെൻറ്റ് വരെ ചത്ത് പഠിക്കുക എന്നുള്ളതിനെ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് ഇയർ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്നുള്ളൊരു സാധനമായിരുന്നു എനിക്കുണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ചിന്ത ഉണ്ടോ? അല്ലേ? കാരണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയല്ലേ പഠിക്കാൻ പറ്റുക, നമ്മളങ്ങോട്ട് നിർത്താൻ തോന്നൂല ഒരു പരിപാടി. അതേപോലെ ചില കുട്ടികളുണ്ട്, അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുക, പുതിയ പ്ലാൻ ഇങ്ങനെ കൊണ്ടുപോകുക. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല പരിപാടി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എജുപോർട്ടിൻ്റെ ആ ടൈം ടേബിൾ അങ്ങനെ ഫോളോ ചെയ്ത് പോവുക, അത് കറക്റ്റ് ടൈം ടേബിൾ ആയിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞ തന്നെ പ്ലാൻ അങ്ങോട്ട് ഫോളോ ചെയ്ത് അത് കറക്റ്റ് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോഴേ നിൻ്റെ ഒരു പ്ലാനിങ്, നിൻ്റെ ഒരു രീതി എങ്ങനെ? ഇപ്പോൾ ചിലരുണ്ട് അവരുടേതായിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ചിലത് മാത്രം പഠിക്കുക, അങ്ങനെ. നിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെ? ഞാൻ ആദ്യം സാറിൻ്റെ ക്ലാസ് നോട്ട്സൊക്കെ ഫുള്ളും പഠിച്ചിട്ട് NCERT ഒരിക്കൽ വായിച്ച് നോക്കും. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി എല്ലാം NCERT ഒന്ന് വായിച്ച് നോക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇപ്പോൾ ആപ്പിലായാലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്തു നോക്കും. അല്ലെങ്കിൽ സാറുമാരോട് ചോദിച്ച് പഠിക്കുക എന്നുള്ള രീതി ഉണ്ടല്ലോ. ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. അതായത് ഞാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ സാറേ ഈ ചാപ്റ്ററിൽ NCERT വായിക്കണം, ഇതിൽ വായിക്കണ്ടേ, അതിപ്പോൾ ഫിസിക്സിലൊക്കെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഒരു ഫുൾ ഗൈഡൻസ് എടുത്തിട്ടായിരുന്നു ഞാൻ പഠിക്കല്. അപ്പോൾ നിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു? എൻ്റെ അതേപോലെ തന്നെ. ഇപ്പോൾ സീരീസ് എക്സാം തുടങ്ങണമെന്ന് ഞാൻ ഷബീർ സാറോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇതിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതുപോലെ പഠിക്കേണ്ടത്. അപ്പോൾ സാറ് കറക്റ്റ് പറഞ്ഞു തന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം,
സാർ ഫസ്റ്റ് പറഞ്ഞു തിയറിയിൽ മെയിൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എക്സാംസ് ആയപ്പോൾ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തിയറി കിട്ടാത്തുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, ഫസ്റ്റ് തിയറി നോക്കണ്ടെന്ന് പറഞ്ഞു. കെമിസ്ട്രി ആയാലും റിസർച്ച് സാറ് ഒന്നൊന്ന് പറഞ്ഞു തരും എങ്ങനെ പഠിക്കണം, ഓരോ ചാപ്റ്റർ പഠിക്കാനുള്ള രീതി വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു തരുന്നതിനനുസരിച്ച് പഠിച്ചു പോകും. പഠിച്ചു. നിൻ്റെ കേസാണെങ്കിൽ അതായത് ടീച്ചേഴ്സ് പറയുന്ന പോലെ ചെയ്യും. ടീച്ചേഴ്സ് ഫുൾ ഗൈഡൻസും തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ പഠിക്കണം എന്നുള്ള. നെജ്മലിൻ്റെ കേസാണെങ്കിൽ എൻ്റെ ഒരു പ്ലാനിൽ തന്നെ പോകും. പിന്നെ എൻ്റെ കൂടെ പഠിക്കണവരെ അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ നമ്മളെ കൂടെ പഠിക്കണതിൽ തന്നെ അത്യാവശ്യം ക്ലാസ്സിൽ ഉറങ്ങലുണ്ടോ? ചെറുതായിട്ട് ഉറങ്ങും. എല്ലാ ക്ലാസ്സിലും ഉറങ്ങുമോ? ഇല്ല, ചില സാറുമാരുടെ ക്ലാസ്സിൽ ഉറങ്ങിയ സാറുമാർ ചീത്ത പറയും. എൻ്റെ ക്ലാസ്സിലൊന്നും ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. മക്കളെ, നിങ്ങൾ ഈ ഔട്ട് ഓഫ് സിലബസ് പഠിക്കാറുണ്ടോ? ബയോളജിയിലൊക്കെ തീരെ ഔട്ട് പഠിക്കാറില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ NCERTയുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും അങ്ങനെ ഫുള്ളായിട്ട് പറയാതെ പകുതി വെച്ച് പറഞ്ഞൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ചിലത് നമ്മൾ പറഞ്ഞു തരാറുണ്ട്. അതും നോക്കാറില്ല എന്നാണോ അതോ പക്കാ NCERT ഫോക്കസ്ഡ്? അതൊക്കെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാറുമാർ പറയണൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും, അത് പഠിക്കും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നീറ്റിന് വരാറില്ല. ഓക്കെ. അല്ലാതെ പക്കാ ഔട്ട് വരുന്ന സാധനങ്ങൾ ഒട്ടും എൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു ചിലർ ഭയങ്കര ഔട്ട് പഠിച്ച് ഭയങ്കര. അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അങ്ങനെ ഭയങ്കര വലിയ ലെവൽ ചോദ്യമാണോ ചെയ്യാതോ സിമ്പിൾ ചോദ്യങ്ങളാണോ? മോഡറേറ്റ് ലെവൽ നീറ്റിന് ചോദിക്കുന്ന ഒരു ലെവൽ തന്നെയാണ്. കാൽക്കുലേഷൻ ഒന്നും പോകാത്ത, അങ്ങനെയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കും. അങ്ങനെ ഇത് കിട്ടിയാലേ നടക്കുകയുള്ളൂ ആ ഒരു ഹോട്ട് MCQ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ ചില മെറ്റീരിയൽസിൽ ഉണ്ടാവും നല്ല ഹൈ ലെവൽ, അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറയും, സാറുമാർ തന്നെ സ്കിപ്പ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഔട്ട്സൈഡ് മെറ്റീരിയൽസ്, ഇപ്പോൾ പ്രദീപ്സ്, എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യൽ ഈ പ്രദീപ്സിൻ്റെ ബൊണാൻസ എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. അതുപോലെ സ്റ്റെല്ലാർ എഡിഷൻ നല്ല പുസ്തകമാണ്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും DC പാണ്ഡെ കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഔട്ട് വേറെ ഏതെങ്കിലും പുസ്തകം യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ തരുന്ന മൊഡ്യൂളിലുള്ള പ്രോബ്ലംസൊക്കെ തന്നെ ചെയ്യൽ. ഇയാളോ? എജുപോർട്ടിൻ്റെ വർക്ക് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആപ്പിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പുറമെ പഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ ഓവർ കയറിപ്പോയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം കോൺഫിഡൻസോടെ പോവും, ടൈം പോവുകയാണ്, അങ്ങനത്തെ ഒക്കെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ ഒന്നാമത്തെ കാര്യം എന്താ, കോൺഫിഡൻസ് പോവില്ല അല്ലേ? കോൺഫിഡൻസ് നമുക്ക് ശരിക്കും കിട്ടും. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ സമയം അനാവശ്യമായിട്ട് പോകുന്നില്ല. മൂന്നാമത്തെ, ആ ഒരു സമയത്ത് നമുക്ക് വേഗം ചെയ്ത് തീർത്ത് അടുത്ത കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ? ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവരെങ്ങനെ പഠിച്ച് തുടങ്ങിയതെന്നും ഇവരുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവുമല്ലോ, പലരും ഭയങ്കര ടെൻസ്ഡൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോട് എന്താണ് നിങ്ങൾക്ക് രണ്ടാക്കും പറയുള്ളൂ? ആദ്യം തന്നെ നെജ്മൽ പറഞ്ഞോ. മാക്സിമം റിവൈസ് ചെയ്യുക. അപ്പോൾ റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് എന്താ പറയുക, പഠിച്ചെല്ലാം മറന്നു, പഠിച്ചെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. അതാണ് ഏറ്റവും വേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻസ് കുറേ കാണും, അപ്പം തന്നെ കുറേ പഠിക്കും. അല്ലാതെ തിയറി ഒരു വട്ടം വെച്ച് ക്വസ്റ്റ്യൻ കുറേ വട്ടം ചെയ്യും, അതിനാണ് ഏറ്റവും വേണ്ടതായിട്ട്. പിന്നെ നമുക്ക് സാറുമാർ പറഞ്ഞു തന്നെ ആ സിലബസിനുള്ളിൽ തന്നെ ഒന്ന് പഠിക്കുക, അല്ലാണ്ട് പുറത്തോട്ട് പോകാണ്ട് സാറുമാരോട് ചോദിക്കുക, എന്താ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെന്ന് വെച്ച് വേണ്ടെന്ന് പറഞ്ഞാൽ അതവിടെ വിടുക. അതിന് പിന്നാലെ കൂടാതിരിക്കുക അല്ലേ? അജ്മലിന് കാരണം ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അജ്മലെ ഈ ഒരു ഫൈനൽ ഫേസാണ്. അപ്പോൾ പലരും ആകെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു മൂഡിലിരിക്കാവും. എന്താ പറയുള്ളേ? ക്യാമറ മെയിനായിട്ട് പറയാനുള്ളത്, എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയാൻ ചിലരുണ്ട് നന്നായി പഠിക്കും, പക്ഷെ അവർക്ക് എക്സാമിന് മാർക്ക് കയറാത്തതിൻ്റെ കാരണം അവർക്കൊരു ടെൻഷൻ, പേടി, അവരെ കൊണ്ട് പറ്റുമോ എന്ന് അറിയാത്തത്. ആദ്യം സ്വയം അവരവരെ തന്നെ വിശ്വസിക്കുക. ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇനി നടക്കുന്ന പരിപാടിയല്ല. ആദ്യം നമ്മൾക്ക് പറ്റുന്ന ഒരു വിശ്വാസം വേണം. പിന്നെ നമ്മൾ ഡെയിലിയും വേറെ പുതിയ സ്റ്റഡി പ്ലാൻസിൻ്റെ ബാക്കിൽ പോകാണ്ട് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാവില്ല ഫസ്റ്റത്തെ, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ആ ഒരു എൻഡ് ആകുമ്പോഴത്തേക്ക് അതെന്തായാലും റിസൾട്ടിലെത്തും അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു പ്ലാന് ഓൾറെഡി നമ്മൾ പഠിക്കുന്ന കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ നമുക്ക് തന്നൊരു പ്ലാൻ ഉണ്ട്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലേ എപ്പോഴും. കാരണം നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത് അതാണ്. നമ്മൾ വേറൊരു പ്ലാന് ഫോളോ ചെയ്യുക, കോച്ചിങ് സെൻറ്ററിൽ വേറെ എക്സാം നടക്കുക, അതൊക്കെ ഭയങ്കര ക്ലാഷ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്ലാനിൽ നിങ്ങൾ മാക്സിമം പണിയെടുത്ത് മുന്നോട്ട് പോകാൻ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ട് അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയും ഇനഫ് ടൈം ബാക്കിയുണ്ട്. നമ്മൾ സക്സസ് ആവുന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. പിന്നെ ഒരു ഫൈനലായിട്ട് എൻ്റെ ഒരു നോട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രാർത്ഥിക്കലുണ്ടായിരുന്നു ഡെയിലി ഭയങ്കരമായിട്ട്. ഈ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായുള്ള
എനിക്കെന്തായാലും ജീവിതത്തിൽ നന്മയെ കിട്ടുള്ളൂ. വെദർ ഐ ഗെറ്റ് എൻട്രൻസ് ഓർ നോട്ട്. എൻട്രൻസ് കിട്ടില്ല എന്നൊന്നുമില്ല, ജീവിതത്തിൽ പഠിച്ചോ എനിക്ക് നല്ലതേ തരുള്ളൂ എന്നുള്ളൊരു വിശ്വാസം വരുന്നു. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഓരോ എക്സാമിന് മുമ്പിലായാലും എപ്പോഴായാലും ഫുൾ ടൈം അല്ലേ, നമുക്കൊരു മെൻ്റലി ഒരു ഭയങ്കര പീസ് കിട്ടും. അപ്പോൾ അതാണ് മക്കളെ നമുക്ക് പറയാനുള്ളത്. നിങ്ങളൊരു മെൻ്റലി പീസായിട്ട് സമാധാനത്തോടെ ഇരുന്ന് നമ്മൾ പരീക്ഷകളും കാര്യങ്ങളും എഴുതാൻ പറ്റും. എന്നാൽ തന്നെ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരി, അടുത്ത വർഷം റാങ്ക് കിട്ടി നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിൽ കാണാം. അതുവരെ ബൈ ബൈ.